ഒട്ടുള്ളൊരു മുടി ചൂടിടുന്നവർ ആരിവഴി ആരിവഴി അഭിഷേകം ലഭിച്ചു സ്വർഗചിന്ത ഉള്ളവൾ ക്രിസ്തുവിൻ പരാമിനെ ലക്ഷ്യമാക്കി നിൽപ്പവൾ വേദത്തിങ്കൽ പുണ്യയ ഒരുത്തിയോ സ്തുദേവൻ തന്റെ ആരിവഴി 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 സൂര്യനെ അണിഞ്ഞവൻ പാദത്തിൽ ചന്ദ്രനും പാന്തിരണ്ട താരകൾ കൊണ്ടുള്ളൊരു ചൂടിടുന്നവർ ആരിവഴി. അപ്പൊ 12-ാം അധ്യായത്തിലൊരു സ്ത്രീയെ, 2-ാം അധ്യായത്തിലൊരു സ്ത്രീയെ, 17-ാം അധ്യായത്തിലൊരു സ്ത്രീ. ആ 17-ന്റെ 3 വായിക്കുമോളെ. 17:3 കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ള ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ വായിക്കുന്നതല്ല, ഞാൻ ഈ പെണ്ണുങ്ങളെയല്ല എങ്ങനെ അറിയാനാണ് ഭാഷയ്ക്ക് ഞാൻ വായിച്ചു വേണേ തരാം. ഈ പെണ്ണുങ്ങളേതാണ് എന്നോട് ചോദിച്ചേനെ പോലെ അങ്ങനെയല്ലേ മോളിപ്പോ ചിന്തിച്ചത്. അതെ, ഏതാണ്ട് ചിന്ത അങ്ങനെ. ഈ സ്ത്രീ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം, മനസ്സിലാകുന്ന ഭാഷയെ. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി ഇരിപ്പ് എവിടെയാണെന്നറിയോ? മൃഗത്തിന്റെ പുറത്ത്. മൃഗത്തിന്റെ പുറത്ത് ധരിച്ച വസ്ത്രം ഏതാണെന്നറിയാമോ? കടുംചുവപ്പാണ്. അങ്ങനല്ലേ എഴുതിയത്? ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ കളറാണ് വസ്ത്രത്തിന്റെ നിറവും ഇരിക്കുന്ന സ്ഥലവും. അവിടെ കടുംചുവപ്പൊക്കെ ഇതിപ്പോ ഓർത്തോണം. കുറഞ്ഞ പക്ഷം സഭായോഗത്തിനെങ്കിലും ഇപ്പൊ അബദ്ധത്തിലൊക്കെ വരുന്നവരുണ്ട്, വഴി പോയവരും യാത്ര പോയവരും യോഗം സഭായോഗത്തിന് വരും കുറഞ്ഞ പക്ഷം. പിന്നെ മുത്തും രക്തങ്ങളൊക്കെ ആണെന്നല്ലേ അങ്ങനല്ലേ മോളെ വായിച്ചേ. കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി അണിഞ്ഞ്. ഇപ്പം നമ്മുടെ ആൾക്കാർ പറഞ്ഞു അണിയുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ല. പുറമെ അണിഞ്ഞൊരുക്കി വരുമ്പോ ഓർത്തോണം ലാഘവമാട്ടിയാണ്. മനസ്സിലാകുന്നില്ല. വസ്ത്രത്തിന്റെ കളർ, ഇരിക്കുന്ന സ്ഥലം, ധരിച്ചിരിക്കുന്നത്, ഇരിക്കുന്നത്, അണിഞ്ഞിരിക്കുന്നത്, പൊന്ന്, മുത്ത, രക്തം, ഇതെല്ലാം അണിഞ്ഞ് പിടിപ്പിയായിട്ട് ഇരിക്കുക മൃഗത്തിന്റെ മണ്ടേന്. എന്നാൽ 19-ാം അധ്യായത്തിലൊരു മണവാട്ടിയുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ മണവാട്ടി. ആ മണവാട്ടിക്ക് മുത്തും രക്തവും പൊന്നും ഒന്നുമില്ല. ഇല്ലില്ല, ഇല്ല. ഒരു മാർഗോടെ പാടും. മൃഗത്തിന്റെ പുറത്തൊരു സ്ത്രീ, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി, കടുംചുവപ്പ് വസ്ത്രം, പൊന്ന്, മുത്ത്, രത്നങ്ങളെല്ലാം അണിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോഴേ ഒരു സ്ത്രീയെ കടുംചുവപ്പ് നിറമില്ല, വെള്ളയാ, വെള്ളം. പിന്നെ വെള്ളയാ. 19-11 വായിച്ചോ മോളെ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും അവൻ നീതിയോടെ വിധിക്കുകയും അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തണിച്ച ഉടുപ്പ് അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അവന് ദൈവവചനമെന്ന് ഇപ്പൊ ഞാൻ വ്യാഖ്യാനിക്കണ്ട. ആദ്യം വചനം ഉണ്ടാകുന്ന വചനം ദൈവത്തോട് കൂടിയാണ്. വചനം ദൈവം. ഇവന്റെ ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. സ്വർഗത്തിലെ സൈന്യം എന്ന് പറയുമ്പോൾ ദൂതന്മാരാണ് ചിന്തിക്കരുത്. എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരാ. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരും ജീവനുള്ള വിശുദ്ധന്മാരും ഉയർത്തി രൂപാന്തരപ്പെടുകയും രണ്ടു കൂട്ടരും കൂടെ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ ഉഷസ്സിന്റെ ഉദരത്തിന്റെ യുവാക്കളായ മഞ്ഞ് പുറപ്പെടുന്ന പോലെ പുറപ്പെട്ട് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം വാങ്ങി അലങ്കാര ഭാഷയെ
കല്യാണ വസ്ത്രമൊക്കെ ധരിച്ച് കല്യാണമെല്ലാം കഴിഞ്ഞേച്ച് ഇങ്ങോട്ട് വരുന്ന ഭഗവാൻ അതിനവിടെ സൈന്യം. ഈ കാര്യം തന്നെയാണ് 1:7 പറഞ്ഞിരിക്കുന്നത്. വായിക്കുമ്പോൾ ഇത് മറിക്കാതെ കണ്ട് 1:7 വായിച്ചോ. ഇത് തന്നെ തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വായിപ്പിക്കുന്നില്ല. 1:7 വായിച്ചോ. 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. മേഘാരൂഢനായിട്ട് വരുന്നു. മേഘാരൂഢൻ എന്ന് പറഞ്ഞാൽ മേഘത്തെ ഉടുത്തോണ്ട് വരുന്ന അതിന്റെ വ്യാഖ്യാനം. മേഘത്തെ ഉടുക്കുകയല്ല എന്ന് പറഞ്ഞാൽ അവൻ ഈ വിശുദ്ധന്മാരെല്ലാം കൂടെ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളവസ്ത്രധാരികളായി സ്വർഗത്തിൽ ഇങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടപ്പോൾ യോഹന്നാൻ തോന്നുക മേഘം ഉടുത്തോണ്ട് വരുന്നത് മേഘമല്ല. അത് 19-11 വാക്യം മനസ്സിലാക്കി. സ്വർഗത്തിൽ വായിച്ച 19-11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. പിന്നെ അതിന്മേലിരിക്കുന്ന വിശ്വസ്തനും നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തടിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ഇത് വിശുദ്ധന്മാരുമായിട്ട് ഇങ്ങോട്ട് എന്തിനാ ഭരിക്കാൻ 2-ാം വരവിന്റെ 2-ാം ഘട്ടമായി പറഞ്ഞിരിക്കുന്ന മഹത്വ പ്രത്യക്ഷത. ആ ഒലിവുമലയ്ക്ക് വരുന്ന വരവായി പറഞ്ഞിരിക്കുന്നത്. ആ വരവ് കണ്ടതിന്റെ 1:7 പറഞ്ഞത് മേഘാരൂഢനായിട്ട് വരുന്നത്. മേഘത്തെ ഉടുത്തോണ്ട്. യഥാർത്ഥത്തിൽ മേഘത്തെ ഉടുക്കുകയല്ല. വിശുദ്ധന്മാരെല്ലാം കൂടെ വെള്ളക്കുതിരപ്പുറത്ത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നു. എല്ലാം കൂടെ ഒന്നിച്ചുള്ള വരവ് കാണുമ്പോൾ യോഹന്നാൻ നോക്കിയപ്പോ മേഘം ഉടുത്തോണ്ട് വരുന്നത്. മേഘം ഉടുത്തുന്നത് എല്ലാം കൂടെ വെള്ളം മൊത്തം വെള്ളയാണ്. കേരള പറഞ്ഞത് ഞാൻ പറയാ വെള്ള വരണം ചോദിച്ചാൽ എല്ലാവരും വെള്ള വരണം. പുള്ളി കറക്റ്റ് കാര്യ പറഞ്ഞത്. അതിനെല്ലാവരും വേണ്ട നെഞ്ചത്തിൽ കയറും. കറക്റ്റാ പറഞ്ഞത്. സ്തോത്രം. വെള്ള വരണം. ദൈവത്തിന് മഹത്വം മുഴുവൻ വേണ്ട. വേറെ പുസ്തകമൊക്കെ പഠിച്ച വെള്ളമില്ല പ്രാധാന്യം. വെള്ളക്കുതിരപ്പുറത്ത് വെള്ളവസ്ത്രം, ജയിക്കുന്നതിന് വെള്ള കൊടുത്ത്, വെള്ളക്കല്ല്, വെള്ളസിംഹാസനം. നിങ്ങളെല്ലാം മേലോട്ട് നോക്കി നിൽക്കുന്നത് 2 വെള്ളവസ്ത്രം വെച്ച 2 ദൂതന്മാർ പറഞ്ഞതാണ്. നോക്കി നിൽക്കുന്നത് നിങ്ങളെ വീട്ടിൽ സ്വർഗ്ഗാരോഗ്യം വെച്ച് പോയതുപോലെ തിരിച്ചു വരുന്നത്. വെള്ളവസ്ത്രം ധരിച്ചു 2 ദൂതന്മാരും വെളിപ്പാട് പുസ്തകത്തിൽ ഇവരെല്ലാം കൂടെ ഇവിടെ നിന്ന് വരുന്നതാണ്. ആരാ? വെള്ളമലിയൊക്കെ ധരിച്ച് കൈ കുരുത്തോല ഞാട്ടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ട് ഞാട്ടിന്റെ രക്തം തന്നിൽ ഇങ്ങോട്ട് വരുന്നത് വ്യത്യാസം കാണും. അപ്പൊ ആ മണവാട്ടിയതോ ഒരു ലൈൻ കൂടെ കാണാം. നിങ്ങൾ പറയുമ്പോ നിനക്കടാത്ത പാട്ട് തന്നെ നിങ്ങൾ പറയും അവരെ കണ്ടപ്പോ ഇളക്കം കയറിയ നിങ്ങളത് പറയും. ആരെ കണ്ട
ചെങ്കച്ചൂട് എന്ന് വന്നവരുണ്ട്. അപ്പൊ അത് അല്ല, എനിക്ക് എപ്പോഴും ഇളക്കാവാം. ഞാനെന്തിനാ കുഴഞ്ഞു കിടക്കുന്നത്? എനിക്ക് ഇളക്കാവാം. ഒരു കാര്യം പറയാം, ഈ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് വെള്ളിയില്ല, പൊന്നില്ല, മുത്തില്ല, രക്തമൊന്നുമില്ല. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ചുവന്ന വസ്ത്രവും മുത്തും രക്തമുണ്ട്. കാണാനും ആൾക്കാർ നോക്കും, അയ്യോ ചുവന്ന വസ്ത്രം മുത്തു രക്തം. അതെ, ക്രിസ്തുവിന്റെ മണവാട്ടിയെ നോക്കിയിട്ട് സാറ ഒരു വരി പാടി. ഞാൻ ആദ്യം വരി പാടും, എന്നാലും നിങ്ങൾ വായിക്കരുത്. രണ്ടാം ഭാഗം പാഠം വായിക്കണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പാടുന്നത് എന്നാന്ന് അവർക്ക് അറിയണം. അതിനാണ് ഞാനൊരു വരി പാടാം. ക്രിസ്തുവിന്റെ മണവാട്ടിയെ നോക്കിയാൽ സാറ എഴുതിയതാണ്, അറിയാവുന്നൊരു പാടിക്കോണം. കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയവൾ, സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയവൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ചുമന്ന മൃഗത്തിന്റെ പുറത്ത് ചുമന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന അമ്മാമ്മ ക്രിസ്തുവിന്റെ മണവാട്ടിയ. പൊന്ന്, മുത്ത്, രക്തമെല്ലാം അണിഞ്ഞുകൊണ്ട് അമ്മ ഇരിക്കുന്നു. എന്നാൽ എന്റെ ഭാഷ പറഞ്ഞ വെള്ളക്കുതിര പുറത്ത് വെള്ളവസ്ത്രമൊക്കെ ധരിച്ചു വരുന്ന മണവാട്ടി കനകമില്ല, മുത്തില്ല, പൊന്നില്ല, രക്തമില്ല, പക്ഷെ അവള് സുമുഖിയാണ്. ഇനി കനകവും മുത്തും വെളിപ്പാട് പുസ്തകത്തെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. അത് അവിടെ നിന്ന് നിർത്തുക. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അത് മാറ്റി വെച്ച് മറ്റ് വെളിപ്പാടല്ല കാണേണ്ടത്. ഈ 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണാതെ 13-ഉം 12-ഉം 12-ന്റെ 3-ഉം 17-ന്റെ വെളിപ്പാട് കണ്ടാൽ ഈ കുഴയും. എന്നാൽ മറ്റു വെളിപ്പാട് കണ്ടോ, പക്ഷെ ഒന്നിലെ വെളിപ്പാട് കണ്ടേച്ചാൽ നിൽക്കുന്നെങ്കിൽ നിനക്ക് ഒരു നിരാശയില്ല. ഒന്നിലെ വെളിപ്പാട് മാടത്ത് മൺകച്ച കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളവും സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്ങളിൽ പിടിച്ചവനായി, 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ങളിൽ ചൂടാവുന്ന നസ്രായനെ കണ്ടാൽ നിലവിലൊന്നും വിഷയമല്ല. അതേ സമയത്ത് ഭയപ്പെടുന്നു. 1-ാം അധ്യായത്തിലെ എഫെസ്യ ലേഖനം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത്, 2-ാം അധ്യായം സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നിരുത്തി, 3-ാം അധ്യായം അപ്രമേയം തന്നെ, 4-ാം അധ്യായം 5 തരത്തിലെ ശുശ്രൂഷ കൊടുത്തങ്ങൾ, 5-ാം അധ്യായം ആത്മനിറവ്, 6-ാം അധ്യായം ആത്മീയ പോരാട്ടം. എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി 1-2 കാര്യം പറഞ്ഞ് വേഗത്തിൽ നിർത്താം. എനിക്ക് പ്രസംഗിക്കണമെന്നുണ്ട്, വെളുപ്പോടെ പ്രസംഗിച്ചാൽ കൊള്ളാന്നുള്ള ആ നല്ല ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് അതിനെ മുതിരുന്നില്ല. ദൈവത്തിന് മഹത്വം. നമ്മുടെ വിശ്രാട്ടനായ ദൈവദാസൻ പ്രസംഗിച്ചു.